ഡോഗ്സിന് പാല് കൊടുക്കാമോ, ബ്രെഡ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പെറ്റ് പേരൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതേപറ്റി ഇന്നൊരു വീഡിയോ ചെയ്യാമെന്നോർത്തു. ഹായ്, ഞാൻ ഡോക്ടർ കാത്ലിൻ, വെറ്റിനറി ഡോക്ടറാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡോഗ്സിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഡോഗ്സിന് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് ഈ പാലിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ പെറ്റ്സിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വോമിറ്റിംഗ്, ഡയറിയ. അതുകൊണ്ട് നിങ്ങളുടെ ഡോഗ്സിന് മാക്സിമം പാൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ബ്രെഡിന്റെ കാര്യം പറയുവാണെങ്കിൽ, ബ്രെഡ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങളുടെ ഡോഗ്സിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. വൈറ്റ് ബ്രെഡ് ആയിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ അളവിൽ ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒബീസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ബിസ്ക്കറ്റ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ബിസ്ക്കറ്റ്സ് ഡോഗ്സിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ബിസ്ക്കറ്റ്സ്, ഡോഗ് ബിസ്ക്കറ്റ്സ് അവർക്ക് കൊടുക്കുന്ന നല്ലൊരു ഓപ്ഷനാണ്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ്സിനകത്ത് ഷുഗറും സോൾട്ടും ഫാറ്റ് കണ്ടന്റും ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഇത് നമ്മുടെ പെറ്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒബീസിറ്റി പോലത്തുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഡയബറ്റിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്, ഡെന്റൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, ബിസ്ക്കറ്റ്സ് ഒന്നും കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ക്യാരറ്റ് കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അത് അവരുടെ ഡെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുവാനും അവർ ചൂ ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്സ് ഉണ്ട്. അവർക്ക് ഇത് ഏത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്.